നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് ശിവരാമൻ. ഫസ്റ്റ് ഓൺ 24. ഇൻഡിഗോ വിമാനത്തിലെ പ്രതിഷേധത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ അന്വേഷണം. EP ജയരാജനെതിരായ കേസ് എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്നാണ് കേസ്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതിയുടെ ഉത്തരവ്. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറും കേസിൽ പ്രതിയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഉന്മേഷ 2022 ജൂൺ 19 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഈ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്യുകയായിരുന്നു. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് ഫർസീൻ മജീദ് അടക്കം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് പ്രതിഷേധിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ. പക്ഷെ അന്ന് EP ജയരാജൻ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ച് മറ്റൊരു പരാതി കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിരുന്നു. ഈ പരാതിയിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് EP ജയരാജനെ പ്രതികരിക്കാനാവില്ല, അല്ലെങ്കിൽ EP ജയരാജനെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ ഉത്തരവ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് നൽകിയ റിപ്പോർട്ട് അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നു. EP ജയരാജന്റെ പങ്കടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശം. അതായത് തുടരന്വേഷണം ഈ കേസിൽ നടത്തണം എന്നുള്ളതാണ് ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശംഖുമുഖം പോലീസിന് വീണ്ടും ഈ കേസ് അന്വേഷിക്കേണ്ടി വരും. അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിമാനത്തിൽ വെച്ച് ആക്രമിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, തെളിവില്ല എന്നുള്ള കാരണത്താലായിരുന്നു പോലീസ് കേസ് തള്ളാനുള്ള നീക്കം നടത്തുകയും കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നത്. ഈ റിപ്പോർട്ടാണ് കോടതി തള്ളിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വലിയതുറ പോലീസ് SHOയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചെന്ന വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവമാണ്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽകുമാറും ഈ കേസിൽ പ്രതിയാണ്. അനിൽകുമാറിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായി കോടതിയിലേക്ക് എത്തിയത്. നേരത്തെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസിൽ ഏവിയേഷൻ വകുപ്പ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സർക്കാർ ഈ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെ സമീപിക്കുകയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അത് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് ഏവിയേഷൻ വകുപ്പ് ഒഴിവാക്കിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. എന്നാൽ ഇപ്പോൾ EP ജയരാജനും CPM സംബന്ധിച്ചും ഇപ്പോൾ ഇത് തിരിച്ചടിയാണ്. കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ നമുക്കറിയാം. അത് ആലപ്പുഴയിലെ നവകേരള യാത്ര അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതേപോലെ വീണ ജോർജിനെതിരായിട്ടുള്ള കേസുകളെ കുറിച്ച് നമുക്കറിയാം. ഏതായാലും പുതിയ സർക്കാർ വന്നു, കോടതി തന്നെ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ തടയാൻ ഹൈപ്പവർ കമ്മിറ്റിയുമായി സംസ്ഥാന സർക്കാർ. ജില്ലാ തലങ്ങളിലും ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ അറിയിച്ചു. അതേസമയം കൊല്ലത്തും വയനാട്ടിലും ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ രോഗബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടുവെന്നും ഇത്തവണ പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ ഇത് കാരണമായെന്നുമാണ് സർക്കാർ വിലയിരുത്തൽ. ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പകർച്ചവ്യാധികൾ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകും. ഇതിനായി ഡോക്ടർ SS ലാൽ അധ്യക്ഷനായ സംസ്ഥാനതല ആക്ഷൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക, ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള. അതേസമയം വയനാട്ടിലും കൊല്ലത്തും ഇന്ന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് രോഗം. ഇതോടെ വയനാട്ടിൽ രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 17ആയി. കൊല്ലത്ത് പോരുവഴി സ്വദേശിയായ 2ാം ക്ലാസ്സുകാരനാണ് ഷിഗല്ല ബാധ. ഇതിനിടെ ഇന്നലെ തൃശൂരിൽ ഷിഗല്ല ബാധിച്ചു മരിച്ച 43-കാരന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ കുടുംബം രംഗത്തുവന്നു. ഷിഗല്ല ആണെന്ന് സ്ഥിരീകരിച്ചിട്ടും ബന്ധുക്കളെ വിവരമറിയിക്കാൻ വൈകിയെന്നാണ് പരാതി. ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. ഇപ്പൊ അനിയനായാലും ഞങ്ങളായാലും ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ന്യൂസ് കേട്ടപ്പോ രാത്രിയിലാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഇവിടെ മാപ്രാന്തത്തുള്ളവർ അറിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പുതുതായി ആർക്കും നിപ സ്ഥിരീകരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. കണ്ണൂർ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരോക്ഷ വിമർശനവുമായി ജനറൽ സെക്രട്ടറി MA ബേബി. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നു എന്നാണ് MA ബേബിയുടെ പരാമർശം. പാർട്ടിയെ കടന്നാക്രമിക്കുന്ന ഒഴിവാക്കാൻ നടപടി വേണമായിരുന്നു എന്നാണ് വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ള സ്വയംവിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം പാളിയെന്ന് തുറന്നു പറഞ്ഞ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും പി രാജീവ് പരസ്യമായി സമ്മതിച്ചു. പാർട്ടിക്കകത്ത് ഭയരഹിതമായി ചോദ്യങ്ങൾ ചോദിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടത് പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. സർക്കാരിനും പാർട്ടിക്കും സംഭവിച്ച വീഴ്ചകൾ ഏറ്റുപറയാതെ ജനവിശ്വാസം ആർജിക്കാനാവില്ലെന്നതാണ് തെരഞ്ഞെടുപ്പ് തോൽവി CPIMന് നൽകിയ പാഠം. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഇരുമ്പുമുറയിൽ മാത്രം സമ്മതിക്കാറുള്ള വീഴ്ചകൾ പൊതുവേദിയിൽ പി രാജീവ് എണ്ണിപ്പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച LDF അല്ലാതെ മറ്റാരുണ്ടെന്ന മുദ്രാവാക്യം തന്നെ പാളിയെന്നാണ് വിലയിരുത്തൽ. മലപ്പുറം അരീക്കോട് സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ സംസാരിക്കുമ്പോഴായിരുന്നു പി രാജീവിന്റെ ഏറ്റുപറച്ചിൽ. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കർശന നടപടി സ്വീകരിക്കാതിരുന്നതും തെറ്റായിപ്പോയെന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ വിലയിരുത്തലും പി രാജീവ് പൊതുവേദിയിൽ ആവർത്തിച്ചു. ശബരിമലയുടെ പ്രശ്നം അതിൽ നമ്മൾ നടപടിയെടുക്കുമ്പോൾ അതിൽ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറുവശം ഇപ്പൊ കണ്ടോളണം, ഒരു സ്വർണം പോലും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളെയാണ് ഔട്ട് ഓഫ് അജണ്ടയെ മന്ത്രിസഭയിൽ തന്നെ കൊണ്ടുവന്നിപ്പോ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വച്ചിട്ടുള്ളത്. പാർട്ടിക്കകത്ത് ഭയരഹിതമായി ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്ന ആഹ്വാനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തുണ്ട്. ഭയപ്പാട് കൂടാതെ സങ്കോചനം മാറ്റിവെച്ചുകൊണ്ട് ചോദിക്കപ്പെടേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കാനാണ്. അത് താത്വികമാണ്, ആശയപരമാണ്, രാഷ്ട്രീയമാണ്, സാംസ്കാരികമാണ്. അതിനകത്ത് പരിസ്ഥിതി ഗൗരവമായ ഒന്നാണ്, ലിംഗസമത്വം ഗൗരവമായ ഒന്നാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ചുമത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് അഭിപ്രായപ്പെട്ട മുതിർന്ന നേതാവിനെ താക്കീത് ചെയ്യാൻ ഇന്നലെ CPI തീരുമാനിച്ചിരുന്നു. അതേ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ നിർഭയമായി അഭിപ്രായം പറയണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് എന്നതാണ് വൈരുദ്ധ്യം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി A. പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ കടുത്ത അമർഷം. A. പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. പത്മകുമാറിനെ മയത്തിൽ തലോടി വിട്ടുവെന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. A. പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ വലിയ എതിർപ്പുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നു. എന്നിട്ടും ജില്ലാ കമ്മിറ്റി നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് പ്രവർത്തകർ വിമർശനമുന്നയിച്ചു. പ്രവർത്തകരുടെ അമർഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും ആലോചനയുണ്ട്. ഇതിൽ കൂടുതൽ എന്തു വെളിപ്പെടുത്തൽ പത്മകുമാർ നടത്തിയാലും പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായതിൽ കൂടുതൽ നഷ്ടമൊന്നും വരാനില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത്. രാഷ്ട്രീയ സ്വാധീനവും ഭക്തിയും പറഞ്ഞാണ് പത്മകുമാർ തട്ടിപ്പ് നടത്തിയതെന്നും വിമർശനമുണ്ടായി. അതേസമയം നീതിപൂർവമായ നടപടിയെന്നാണ് ജില്ലയിലെ മുതിർന്ന CPIM നേതാക്കളുടെ നിലപാട്. പത്മകുമാർ പൊട്ടിക്കുമെന്ന് പറയുന്ന ബോംബ് ഭയന്നാണ് തലോടൽ പോലെ സസ്പെൻഷൻ നടപടിയെന്ന കോൺഗ്രസിന്റെ പരിഹാസം. പത്മകുമാർ പൊട്ടിക്കും എന്ന് പറയുന്ന ബോംബ് ഭയന്നാണ് CPM പത്മകുമാറിനെതിരായിട്ട് ഒരു തലോടൽ നടപടി, ഒരു ലേപനമാണ്, ഒരു തൈലം പുരട്ടി സുഖിപ്പിക്കുന്ന പ്രതീതിയിലുള്ള നടപടിയാണ് CPM എടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ആ നടപടി എടുത്തത്? CPIM ഒരാളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന പ്രസ്ഥാനമല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. അങ്ങനെ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങിയിട്ടല്ല ഒരു നടപടിയല്ല അതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പങ്കെടുത്ത ആളല്ലെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല പാർട്ടി എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലിച്ചെന്നാണ് പത്മകുമാറിന്റെ അനുയായികൾ വിലയിരുത്തുന്നത്. നടപടി ലഘൂകരിച്ചതോടെ പത്മകുമാർ തൽക്കാലം സംയമനം പാലിക്കും. ആത്മകഥ എഴുതുന്നതിലടക്കം പുനരാലോചന ഉണ്ടായേക്കും. സുഹൃത്തുക്കൾ വഴിയുള്ള വെളിപ്പെടുത്തലുകളും ഇനി ഉണ്ടാവില്ല. 24 പത്തനംതിട്ട. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടപടികൾ തുടർന്ന് ഇടി. CMRL MD SN ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത, മകൻ ശരൺ S കർത്ത എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ T നാളെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. SN ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ഇന്നലെ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശരൺ S കർത്ത. CMRL എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ് ജയ S കർത്ത. PMLA ആക്ട് 50 പ്രകാരമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. SFIO കണ്ടെത്തലുകളും ED ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. CMRLന് എക്സാലോജിക് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിയുക. പ്രതിപക്ഷ നേതാവിന്റെ മകളും എക്സാലോജി കമ്പനി ഉടമയുമായ വീണ T നാളെ EDക്ക് മുൻപിൽ ഹാജരാകും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് വീണ
സാവകാശം തേടുകയായിരുന്നു. 24 കൊച്ചി. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ആദ്യ ദിനം ഓർഡിനറി ബസ്സുകളിൽ വനിതാ യാത്രക്കാരുടെ വൻ വർധന. 6 ലക്ഷം യാത്രക്കാരുടെ വർധനയാണ് ഉണ്ടായത്. ഭീമമായ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. സൗജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലെന്ന് കാട്ടി കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസമായ ഇന്നലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ ഓർഡിനറി ബസ്സുകൾ ആശ്രയിച്ചത് 13,29,938 വനിതാ യാത്രക്കാർ. ഇതിനു മുമ്പുള്ള തിങ്കളാഴ്ച യാത്ര ചെയ്തത് 7,34,693 പേരായിരുന്നു. 5,95,245 വനിതാ യാത്രക്കാരുടെ വർധന. ഇന്നലെ സീറോ ടിക്കറ്റിൽ യാത്ര ചെയ്തത് 7,83,115 വനിതാ യാത്രക്കാർ. സീറോ ടിക്കറ്റ് ഇനത്തിൽ ചിലവായത് 1,59,56,801 രൂപയാണ്. 4,68,126 പുരുഷ യാത്രക്കാരുടെ കുറവുണ്ടായി. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പിലാക്കണമെന്ന് PK ശ്രീമതി. ഇനി KSRTC ബസ്സിലെ സൗജന്യ യാത്ര കൈപ്പറ്റുന്നവരുടെ കാര്യം സഹോദരിമാരാണല്ലോ, കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും. നല്ലത്, ഞങ്ങളതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടെ ഒരു ബസ്സിന് 2,000 രൂപ വരെ നഷ്ടമുണ്ടായെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. ഇന്നലത്തെ ഞങ്ങളുടെ നഷ്ടമെന്ന് പറയുന്നത് ഞങ്ങൾ ആവറേജ് സംസ്ഥാനം ഒട്ടാകെ എടുത്തപ്പോൾ ഒരു വണ്ടിക്ക് 2,000 രൂപയുടെ നഷ്ടം വരുന്നുണ്ട്. കാരണം യാത്രക്കാരില്ലാത്ത തന്നെയാണ് അതിനകത്ത് മെയിൻ കാര്യം. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം പറ്റുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഏത് രീതിയിലെങ്കിലും വന്നാൽ ഇത് മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. സർക്കാരിൻ്റെ ഖജനാവിലെ ഫണ്ട് എത്രമാത്രം ഉണ്ട്, എത്ര നാൾ ഇത് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അതിനു മുമ്പേ ഞങ്ങൾ നിന്നു പോകും. സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കണ്ണൂർ മേയറെ ക്ഷണിക്കാത്തത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വനിതയായിട്ടും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്നും കോർപ്പറേഷനെ തഴഞ്ഞെന്നുമാണ് പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അനധികൃത നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ബോർഡ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സ്ഥലമാറ്റ തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ച് ദേവസ്വം മന്ത്രി K മുരളീധരൻ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. വിവാദങ്ങളിൽപ്പെടുന്നവരെ മാറ്റി നിർത്തണമെന്ന് കത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പെട്ടവരെയൊക്കെ ചില മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ നിയമിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് ഒരു ഉത്തരവിറങ്ങി. ഞാനത് പരിശോധിച്ചു. ഞാൻ ആ നേരത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ പിന്നെ ഒരു ഔദ്യോഗിക കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. കത്തിൽ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ: വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിന്റെ നിഴൽ നിൽക്കുന്നവരെ ഒരൗദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. ചില പരാതികളുണ്ട്, അത് ഇന്ന് ബോർഡ് കൂടി ചിലതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും. നമ്മൾ ഇറക്കിയ ഓർഡറിനകത്ത് അപാകതകൾ ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും അതിനകത്ത് അപാകതകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറയല്ല. ഈ നോംസിന് അകത്ത് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിനെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 22 വരെയാണ് നിയന്ത്രണം. പുനഃപരീക്ഷയ്ക്ക് എതിരായ പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നടപടി. ടെലിഗ്രാമിലെ ചില ആക്സസുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി. എഡിറ്റ് ഫീച്ചറിലെ നിയന്ത്രണം സന്ദേശങ്ങൾ അയക്കുന്നതിനെ ബാധിക്കില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം. വ്യാജ പ്രചരണവും തട്ടിപ്പും നടത്തിയ 50ഓളം ടെലിഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരുന്നു. തട്ടിപ്പ് സംബന്ധിച്ച വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയന്ത്രണങ്ങൾ ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അപേക്ഷകൾ നൽകിയിരുന്നു. പരീക്ഷ വീണ്ടും നടത്താനുള്ള NTA നടപടി ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വീണ്ടും നടത്തുന്നത് ഏകപക്ഷീയവും അന്യായവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. പുനഃപരീക്ഷ 1 മാസത്തേക്ക് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് 1467 വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NDAയ്ക്കും നിവേദനം നൽകി. 24 ഡൽഹി. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടിയായി തൃണമൂൽ കോൺഗ്രസ് വിമതർ കേന്ദ്രമന്ത്രിസഭയിലേക്ക്. TMC വിമത MPമാരുടെ NCPA ലയനത്തിൽ ലോക്സഭാ സ്പീക്കർ നിയമോപദേശം തേടി. ഇരുപക്ഷത്തെയും കേട്ട ശേഷം ലയനത്തിൽ അന്തിമ തീരുമാനം. അതിനിടെ മമതയുടെ വിശ്വസ്തൻ ഫിർഹാദ് ഹക്കിമും വിമത പക്ഷത്തേക്ക് നീങ്ങുകയാണ്. മമതാ ബാനർജിയെ വിട്ടുവന്ന MPമാർക്ക് മന്ത്രിസ്ഥാനം നൽകാൻ BJP ആലോചിക്കുന്നുവെന്നാണ് സൂചന.
സുദീപ് ബന്ദോപാധ്യ, ഷർമിള സർക്കാർ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിൽ. അതേസമയം വിമതർ നാഷണൽ സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കുന്ന കാര്യത്തിൽ ലോക്സഭാ സ്പീക്കർ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ രേഖാമൂലമുള്ള ഉപദേശം തേടും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ലയനം നിലനിൽക്കുമോ എന്നും കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുമാണ് മുൻകരുതൽ. വിഷയത്തിൽ ഇരുപക്ഷത്തെയും കേട്ട ശേഷം പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുൻപ് അന്തിമ തീരുമാനമെടുക്കാനാണ് സ്പീക്കറുടെ ലക്ഷ്യം. അതേസമയം വിശ്വസ്തനായ ഫിർഹാദ് ഹക്കീമിന്റെ നിലപാട് മമതയ്ക്ക് ഇരട്ടടിയായി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ വികസനാഹ്വാനത്തെ ഫിർഹാദ് പരസ്യമായി പിന്തുണച്ചു. മുൻപ് വിമത പ്രതിസന്ധികൾക്കിടെ മമത വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത 8 MLA-മാരിൽ ഒരാളായിരുന്നു ഫിർഹാദ് ഹക്കീം. 24 ഡൽഹി. MG യൂണിവേഴ്സിറ്റിയിലേക്ക് KSUവിന്റെ മാർച്ച് നടക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് KSUവിന്റെ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. സംഘർഷാവസ്ഥയുണ്ട്. പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം അവിടെ തുടരുന്നു. KSUവിന്റെ പ്രതിഷേധമാണ് MG യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഈ MG യൂണിവേഴ്സിറ്റിയിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തിയത്. സംഘപരിവാറിന്റെ പരിപാടിയിൽ 3 VC-മാർ പങ്കെടുത്തതാണ് പ്രധാന വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുന്നതെങ്കിലും MG യൂണിവേഴ്സിറ്റിയിലെ പുതിയ താൽക്കാലിക ഗവർണറെ നിയമിച്ചതും അതുപോലെ തന്നെ ഇവിടുത്തെ സെനറ്റിലേക്ക് 19 പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തതും വലിയൊരു വിവാദമായി തന്നെ മാറിയിരുന്നു. കഴിഞ്ഞ ദിവസം SFI അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. ഇപ്പോൾ KSU നേരിട്ട് എത്തിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിച്ച് മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നേക്ക് പോകാൻ, അതായത് ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം പ്രവർത്തകർ എടുത്തത്. അതേ തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തിനൊടുവിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ആ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നിലോട്ട് പോകാനുള്ള ശ്രമമാണ്. അതോടൊപ്പം തന്നെ പോലീസുമായി അകത്തേക്ക് കയറാൻ ഉന്തും തള്ളും നടക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ ഈ MG സർവകലാശാലയുടെ മുന്നിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പോലീസ് എന്തായാലും സംയമനം പാലിച്ചിട്ടുണ്ട്. മറ്റ് ലാത്തി ചാർജിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും തന്നെ പോലീസ് പോയിട്ടില്ല. ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സംസ്ഥാന നേതാവായിട്ടുള്ള ആൻ സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ അലോഷ്യസ് സേവ്യർ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. 3 VC-മാരുടെയും കോലം കത്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നു. അതിനുശേഷമാണ് ഈ ഒരു പ്രതിഷേധം നടന്നത്. എന്തായാലും KSU പ്രവർത്തകർ പിന്നിലേക്ക് പോകാൻ അല്ലെങ്കിൽ മാറിപ്പോകാൻ ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല. മുന്നിലേക്ക് കടന്ന് ക്യാമ്പസിനുള്ളിലേക്ക് പോകാനുള്ള ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന്, അതായത് MG യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. ആ ബാരിക്കേഡിൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ താൽക്കാലിക VC-ആയി മാവുത്തിനെ നിയമിച്ചത് മുതൽ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ആ സമയത്തെല്ലാം SFIയും അതുപോലെയുള്ള മറ്റ് സംഘടനകളുമൊക്കെയാണ് പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള KSU തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. KSUവിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. പിന്നോട്ട് പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. സംസ്ഥാന നേതാക്കൾ പ്രസംഗിച്ച് മാറിയതിന് പിന്നാലെയാണ് ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലേക്ക്, അതായത് VC ഇരിക്കുന്ന റൂമിന് മുന്നിലേക്ക് പോയി പ്രതിഷേധിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും പ്രവർത്തകർ മാറാൻ തയ്യാറായിട്ടില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടക്കുന്നു. പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. മറ്റ് ലാത്തി ചാർജിലേക്കോ ഒന്നും കടന്നിട്ടില്ല. നിലവിൽ ആ ബാരിക്കേഡ് പിടിച്ചു നിർത്തി പോലീസ് അവിടെ തന്നെ നിൽക്കുകയാണ്. പ്രവർത്തകർ പിന്മാറാനും തയ്യാറായിട്ടില്ല. ഏതായാലും ഈ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം അല്ലെങ്കിൽ സംഘപരിവാർ വൽക്കരണം നടക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് അതിനുള്ള കാരണം. MG സർവകലാശാലയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നിയമനങ്ങൾ, അതായത് സെനറ്റ് പുനഃസംഘടിപ്പിച്ചു. ഒപ്പം തന്നെ താൽക്കാലിക VC-ആയിട്ട് മാവുത്തിനെ കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഒപ്പം തന്നെ ഈ 3 VC-മാർ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ടോബി ജോൺസണാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയിലേക്കാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച്. അവിടെ താൽക്കാലിക VC സ്ഥാനത്തേക്ക് സംഘപരിവാർ ബന്ധമുള്ള ആളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട്
പ്രതിഷേധം. അദ്ദേഹം RSS പരിപാടിയിലും കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു. ഇതിലൊക്കെ പ്രതിഷേധിക്കുകയാണ് KSU പ്രവർത്തകർ. ലോകം കാൽപന്താവേശത്തിൽ. ഫിഫ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിന് ഇന്ന് ആദ്യ പോരാട്ടം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സെനഗലാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നോർവേ ഇറാഖിനെ നേരിടും. 2018 ചാമ്പ്യന്മാർ, 2022 റണ്ണേഴ്സ് അപ്പ്. തുടർച്ചയായ 3ാം ലോകകപ്പിലും ഫൈനൽ ലക്ഷ്യമിട്ടുള്ള ഫ്രഞ്ച് പടയോട്ടത്തിന് തുടക്കമാവുന്നു. തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനൽ കളിച്ചവരെന്ന വെസ്റ്റ് ജർമ്മനിയുടെയും ബ്രസീലിന്റെയും റെക്കോർഡിനൊപ്പമെത്താൻ ദിദിയർ ദശാംസിന്റെ സംഘത്തിന്റെ സാധ്യതകളേറെ. കിലിയൻ എംബാപ്പെ, ലോക ഫുട്ബോളർ ഉസ്മാൻ ഡംബലെ, മൈക്കൽ ഒലീസെ, ഡിസൈർ ഡൂവോ, ബ്രാഡ്ലി ബാർക്കോള, മാർക്കസ് ടൂറാം. ലോക ഫുട്ബോളിലെ റൂത്ത്ലെസ് അറ്റാക്കിംഗ് നിര ഫ്രാൻസിന് സ്വന്തം. റയാൻ ചെർക്കിയും എൻകോളോ കാന്റെയും ചൗമേനിയും ഉൾപ്പെടുന്ന മധ്യനിരയും വില്യം സാലിബയും ഉപമക്കാനോയും യൂൾസ് കൂണ്ടയും അണിനിരക്കുന്ന പ്രതിരോധ കോട്ടയും ഫ്രഞ്ച് പടയെ കിരീടപ്പോരിൽ മുന്നിൽ നിർത്തുന്നു. സെനഗലും ചില്ലറക്കാരല്ല. ആഫ്രിക്കൻ വൻകരയുടെ ജേതാക്കളെന്ന പട്ടം ഫെഡറേഷൻ തിരിച്ചെടുത്തെങ്കിലും ഏത് വമ്പന്മാരെയും അടിച്ചിടാൻ മിടുക്കരാണ് സാദിയോ മാനയും സംഘവും. കലീഡോ കൂലിബാലി, നിക്കോളാസ് ജാക്സൺ, എഡ്വേർഡ് മെൻഡി എന്നിവരടങ്ങിയ സെനഗലിന് 2002 ലോകകപ്പിൽ ഫ്രാൻസിനെ അട്ടിമറിച്ചതിന്റെ ഓർമ്മകളും ആത്മവിശ്വാസമേകും. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിനെത്തുന്ന നോർവേയുടെ എതിരാളികൾ 40 വർഷം കഴിഞ്ഞെത്തുന്ന ഇറാഖ്. ഏർലിംഗ് ഹാലൻഡ്, മാർട്ടിൻ ഓഡേഗാർഡ്, അലക്സാണ്ടർ സോർലോത്ത് എന്നിവരുൾപ്പെടുന്ന നോർവേ യോഗ്യതാ റൗണ്ടിലെ പോലെ ഗോളടിച്ചു കൂട്ടിയാൽ ഇറാഖ് കനത്ത നാശം നേരിടേണ്ടി വരും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.